എടാ, ഞാൻ എത്ര പാടുപെട്ടാണ് ഈ മലയോര പ്രദേശം പതിച്ചു വാങ്ങിയിട്ടുള്ളതെന്ന് നിനക്കറിയാമോ? അറിയാമേ. എന്നിട്ടാണോ ഇവിടെ ഒന്ന് വന്നു നോക്കാൻ സമയമില്ലാത്ത നിനക്ക്? നോക്കിയാലില്ലെങ്കിൽ അങ്ങൊന്നും ഈ സ്ഥലം ഇവിടെ നിന്ന് ആരും അടിച്ചിട്ട് പോകാൻ ധൈര്യപ്പെടില്ല. എത്ര പുതിയ ആളുകൾ ഇവിടെ കുടിയേറി പാർത്തിരിക്കുന്നു, അത് നിനക്കറിയാമോ? അറിയാഞ്ഞിട്ടല്ലേ, കേറിയിരിക്കുന്നതിലും കൂടുതൽ പെണ്ണുങ്ങളായതുകൊണ്ട് അങ്ങൊന്ന് അറിഞ്ഞു കാണുമല്ലോ എന്ന് വിചാരിച്ച. എടാ, ഇവിടെ മുഴുവൻ ചെളിയാന്നല്ലോടാ. ചെളിയിലും ചെന്താമര വിരിയുന്നുണ്ട്. ആ കണ്ണുമുട്ടിയുടെ മകൾ ഗീതയാണ്. നീ ആ ലക്ഷ്മിയുടെ മോളല്ലേ? അതെ. ഇവളങ്ങ് വളർന്നു പോയല്ലോടാ. എളുപ്പം വളരുന്ന ജാതിയാണ്. ആ, നീ അവിടെ പോയി വല്ല കന്നുകാലികളോ മറ്റോ എല്ലാം നശിപ്പിക്കുന്നുണ്ടോ എന്ന് പോയി നോക്ക്. ഇവിടെ നമ്മൾ വെച്ച് വേറെ ഒറ്റ കന്നുകാലി പോലും കാണുന്നില്ലല്ലോ. പറഞ്ഞ പോടാ. മനസ്സിലായി. നിൽക്കൂ, ഞാനിപ്പോ വന്നത് നിന്നെ കാണാനാണ്. തമ്പിദേവ് എന്തിനാ എന്നെ കാണുന്നത്? നീയും നിന്റെ അമ്മയും കഷ്ടപ്പെടുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ നിങ്ങളെ പരസ്യമായി സഹായിക്കാൻ എനിക്ക് കഴിയില്ല. ആവശ്യപ്പെട്ടില്ലല്ലോ. മാധവി, ഞാൻ പറഞ്ഞത് നീ അങ്ങ് മനസ്സിലാക്കുന്നില്ല. നിന്നെ കണ്ടാൽ ആർക്കാണ് ഭ്രാന്ത് പിടിക്കാൻ? നീ അടുത്തു വാ. തമ്പിദേവോ? കൃഷ്ണേട്ടാ, ഇതിനാണ് തമ്പിയദ്ദേഹം ഇവിടെ ചുറ്റാൻ ഇറങ്ങുന്നത് അല്ലേ? തമ്പിദേഹത്തിന് എന്നെ കാണുമ്പോ ഭ്രാന്ത് പിടിക്കുന്നു. അതിന് മരുന്നുണ്ട്. അടിച്ചു വായിൽ അണപ്പല് താഴെ ഇട്ടാ മതി. എന്ത് പറഞ്ഞതാ? പണം ഉണ്ടെന്ന് കരുതി എന്തും കാണിക്കരുതെന്ന്. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? നിങ്ങൾ ആരായാലും എനിക്കെന്താ. പക്ഷെ ഈ ഉദ്ദേശത്തോടുകൂടി ഇവിടെ ചുറ്റാൻ വന്നാൽ ഇനി ഞാൻ തിരിച്ചയക്കില്ല. അത്രയ്ക്കാ ദാസപ്പാ, ഇവൻ പറഞ്ഞെല്ലാം നീ കേട്ടോടാ? എല്ലാം കേട്ടു. വെറുതെ ഡ്രൈവറെ തല്ലുന്നത് എനിക്ക് കുറച്ചിലാണെന്നേ. അയ്യോ എടാ, എന്റെ സ്ഥലത്ത് കിടന്നുകൊണ്ട് എന്നോട് അവമര്യാദയായി പെരുമാറിയതിന് ഞാൻ കാണിച്ചു തരാം. അയ്യോ എന്റെ മുണ്ട്, അയ്യോ അല്ല എന്റെ മുണ്ടെന്നെ സ്ഥലമുണ്ട് കേട്ടോ, കൊച്ചു കൊള്ളാം. ആ കണ്ണുമുട്ടിയുടെ മകളെയും ഡ്രൈവർ കൃഷ്ണനെയും ഇനി ഒരു നിമിഷം ഞാൻ അവിടെ താമസിപ്പിക്കില്ല. അവരെ മാത്രം ഒഴിപ്പിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പിന്നെ അങ്ങനെ അപമാനിച്ച് കണ്ടിട്ട് അവിടെയുള്ള ആരെങ്കിലും ഒരാൾ തിരിഞ്ഞു നോക്കിയോ? ശരിയാണ്, എന്നോട് സ്നേഹമുള്ള ഒരു പട്ടിയെയും ഞാൻ അവിടെ കണ്ടില്ല. എല്ലാവരെയും ഞാൻ ഒഴിപ്പിക്കും. അവനൊക്കെ വീടും കുടിയുമില്ലാതെ തെണ്ടി നടക്കുന്നത് എനിക്ക് കാണണം. ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ നാളെ ഞാൻ ബുൾഡോസർ കൊണ്ടുവന്ന് ഇവിടെ എല്ലാം ഇടിച്ച് നിരത്തി മൈതാനമാക്കും. അങ്ങനെ അവമാനിച്ചത് ഞങ്ങൾ ആരും അല്ലല്ലോ. ഇവിടെയുള്ള ഒറ്റത്തിനെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റും. ഇത്ര പെട്ടെന്ന് വന്ന് പറഞ്ഞ് ഞങ്ങൾ എങ്ങോട്ട് പോകാൻ വന്നേ? ദൈവത്തെ ഓർത്ത് ഞങ്ങളൊന്ന് സഹായിക്കണം. ഇവൾ ഒഴിച്ചു കാരണമാണ് നമ്മൾ ഇവിടെ നടക്കേണ്ടി വരുന്നത്. എനിക്ക് വേണ്ടി നിങ്ങൾ ആരും പോകണ്ട. നിങ്ങളുടെ ഭീഷണി ഭയന്ന് ഞങ്ങൾ ഓടിപ്പോകുന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഇവിടെയുള്ള പെൺപിള്ളേരെല്ലാം ഇയാളെ വിളിക്കുന്ന സ്ഥലത്ത് ചെന്നിരുന്നെങ്കിൽ ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒന്ന് ചുമ്മാ ഇരിക്കണം സാറേ. അമ്മേ, നമുക്ക് അഭിമാനത്തോടു കൂടി ഇവിടെ നിന്ന് ഇറങ്ങാം. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. നീ ആരാ ഇതൊക്കെ? ഞാനും ഇവിടുത്തെ ഒരു താമസക്കാരനാണ്. നിന്നെ ഞാൻ ഇവിടെ താമസിപ്പിച്ചേക്കാം. നോക്കാം. എടാ, നിന്റെയൊക്കെ അഹങ്കാരം തീർക്കാൻ വേണ്ടിയാണ് 2 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഈ സ്ഥലം വിൽക്കാൻ പോകും. തമ്പി സാറേ, ആ രൂപ തന്നാൽ ഇവിടുന്ന് ഒരു വഴിയുണ്ടല്ലോ. ആരാണാ തരുന്നത്? ഞാൻ തരും രൂപ. നീയോ? ചിരിക്കണ്ട, ഞാനാണ് തരുമെന്ന് പറഞ്ഞത്. രാമൻകുട്ടി, നീ വെറുതെ നിന്റെ കയ്യിൽ നിന്ന് എവിടുന്നാടാ 2 ലക്ഷം രൂപ? അത് നിങ്ങൾ അറിയണ്ട. ഞാൻ ഇത്രയും പേരുടെ മുൻപിൽ വെച്ചാണ് പറയുന്നത്. നാളെ നിങ്ങൾ ഇതേ സമയത്ത് ഇവിടെ വരണം. നിങ്ങൾക്ക് 2 ലക്ഷം രൂപ ഞാൻ തരും. നാളെ പണം തന്നില്ലെങ്കിൽ ഇവിടെ മൈതാനമായിരിക്കും. ദാസപ്പാ, തങ്കപ്പാ, വിട് വണ്ടി വിട്. രാമൻകുട്ടി ചേട്ടൻ എവിടുന്നാ പണം കൊടുക്കാന്ന് പറഞ്ഞത്? അതാണ് എനിക്കും പിടികിട്ടാത്തത്. അവൻ ഇത്ര വലിയ അബദ്ധം വിളിച്ചു പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒരു ഉദ്ദേശമില്ലാതെ അങ്ങനെ പറയൂ? നീയും ഇത്ര വലിയ മഠയായി പോയല്ലോ. ഒരു അപകടം പറ്റി ഇവിടെ കിടന്നപ്പോ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവന് എവിടുന്നാ 2 ലക്ഷം രൂപ? ഇപ്പൊ എവിടെ പോയിരിക്കുക? എനിക്കറിയില്ല. തമ്പി അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് പോയത് പിന്നെ ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് എങ്ങനെയെങ്കിലും തമ്പി അദ്ദേഹത്തിന്റെ കാലൊടിച്ചോടെ കഴിയാമായിരുന്നു. അത് നടക്കില്ല. ആ ഡ്രൈവർ കൃഷ്ണനും മറ്റവനും കൂടി അദ്ദേഹത്തെ വാശി പിടിപ്പിച്ചു കളഞ്ഞില്ലേ? നാളെ കാശ് കൊടുത്തില്ല ഇവിടെ ഇറങ്ങിപ്പോണോടാ. ചേട്ടാ, എങ്ങാണ്ടൊന്ന് രണ്ടു തിരിഞ്ഞു വന്നവൻ കാരണം നമ്മൾ മരഞ്ഞില്ലേ? അവന്മാര് മനഃപൂർവ്വം ഇത് ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, അവന്മാരെ പോയി ഒന്ന് കണ്ടാലോ? ഡ്രൈവർ സാറേ,
ആരാടാ ഈ രാത്രി നേരത്തെ വന്ന് ശല്യം ഉണ്ടാക്കുന്നത്? നിന്റെ കൂട്ടുകാരൻ എവിടെ? എനിക്കറിയാമോ, എന്തോ വേണം? അവൻ നാട് വിട്ട് കാണുമെന്നേ. നീയൊക്കെ കാരണം നാളെ ഇവിടെ എത്ര കുടുംബങ്ങളാ വഴിയാധാരമാകാൻ പോകുന്നത് നിനക്കറിയാം. ഇവിടെ ആരും വഴിയാധാരമാകാൻ പോകുന്നില്ല എന്ന് നീ പറഞ്ഞാ മതിയോ? നാളെ പണം കൊടുത്തില്ലെങ്കിലേ അദ്ദേഹം അങ്ങ് ഇറക്കി വിടും. അയാൾ ഇറക്കി വിടാൻ വരട്ടെ. വന്നാ 2 ലക്ഷം രൂപ ആ തെണ്ടി എവിടുന്ന് കൊടുക്കുവിടാ? എടാ ചെല്ലപ്പാ, സൂക്ഷിച്ച് സംസാരിക്കേ. ചെല്ലപ്പം പറയുന്നതാണോ തെറ്റ്? സമ്പേദത്തിന് പണം കൊടുക്കാമെന്ന് ഏറ്റിട്ട് ഇപ്പോഴവൻ നാട് വിട്ടില്ലേ? അവന്റെ കാര്യം വിട്. ഞാൻ ജീവനോടെ ഇരിക്കുന്നെങ്കിൽ ഇവിടുന്ന് ആരും നമ്മളെ ഒഴിപ്പിക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ ഇടയിൽ തന്നെ കരിങ്കാരികൾ ഉണ്ടാവാൻ പാടില്ല. അദ്ദേഹത്തോട് നീ വിചാരിച്ചാൽ എന്തോ നടക്കാനാടാ? എന്ന് നടക്കുമെന്ന് കാണിച്ചു തരാവിടെ. എന്തായാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക. ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ നിന്നെ രണ്ടിനെയും ഞങ്ങൾ അരിഞ്ഞു കളയും. അവിടെ അവന്റെ ഒരു വേഷം പോരെ. എനിക്ക് പണം തരാമെന്ന് പറഞ്ഞവൻ എവിടെ? അവൻ എവിടെയെന്നാ ചോദിച്ചു. അവനെ കാണുന്നില്ല. കാണുന്നില്ലേ? അങ്ങുന്നേ, അവൻ ഇവനും കൂടിയാണ് ഞങ്ങളെ ചതിച്ചത്. എടാ, തമ്പിയെ ചതിക്കാമെന്ന് വിചാരിച്ചു അല്ലേ? ഇവിടെയെല്ലാം ഇടിച്ച് തകർക്കാൻ പറ. അത് നടപ്പില്ല തമ്പി സാറേ. എന്താടാ നടക്കാത്തത്? എല്ലാവരുടെയും മുമ്പിൽ വെച്ചല്ലേ എനിക്ക് പണം തരാമെന്ന് ആ തെണ്ടി പറഞ്ഞത്? അതെ. അവനെവിടെ? എനിക്കറിയില്ല. ഞാൻ എല്ലാവരെയും ഒഴിപ്പിക്കാൻ പോവാണ്. ഞങ്ങൾ ഒഴിയില്ല തമ്പി സാറേ. എന്നാ നീ പണം താ. എന്റെ കയ്യിൽ പണമില്ല. പക്ഷേ ഈ പാവങ്ങളെ ദ്രോഹിക്കുന്നത് ഞാൻ നോക്കി നിൽക്കില്ല. ബുൾഡോസർ സ്റ്റാർട്ട് ചെയ്യാൻ പറയൂ. ഇവൻ എന്ത് ചെയ്യുമെന്ന് കാണട്ടെ. എന്റെ ശവത്തിന് മീതെ വേണം നിങ്ങൾ ബുൾഡോസർ ഓടിക്കാൻ. ജീവൻ വേണമെങ്കിൽ എഴുന്നേറ്റോ. എനിക്ക് ജീവിക്കണ്ട. തിരിച്ചു താഴെക്കിടല്ല. നിർത്തില്ല കൃഷ്ണ, ഇയാൾക്ക് ആവശ്യമുള്ള പണവുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ എഴുന്നേൽക്കൂ. നിങ്ങൾക്ക് പണം വേണ്ടേ? ആ ശവപ്പെട്ടി വാനിലേക്ക് കയറ്റി വെക്കും. എന്റെ വാൻ. ശബ്ദിച്ചു പോരുത്. നിങ്ങൾക്ക് പണം വേണമെങ്കിൽ വാനിലേക്ക് കയറും. ഇതിലൊപ്പിടണം. എന്താണിത്? ഈ സ്ഥലം മുഴുവൻ നിങ്ങൾ താമസക്കാർക്ക് ദാനം കൊടുത്തു എന്നുള്ള രേഖയാണ്. പണമോ? പണമോ? $2 ലക്ഷം രൂപയുണ്ട്. എണ്ണിയെടുത്തോളൂ. 2 ലക്ഷം ഉണ്ടോ? രാമൻകുട്ടി ഒരിക്കലും വാക്ക് തെറ്റിക്കാറില്ല. ഒപ്പിടും. നിങ്ങൾ തന്നെ പുറത്തിറങ്ങി ഈ സ്ഥലം കൂടി നിൽക്കുന്ന ഈ ആൾക്കാർക്ക് ദാനം ചെയ്തെന്ന് പറഞ്ഞിട്ടേ പോകാവൂ. ശരി, പറയാം. ഈ സ്ഥലം മുഴുവൻ ഇവിടുത്തെ താമസക്കാർക്ക് ഞാൻ ദാനമായി തന്നിരിക്കുന്നു. അതിന്റെ രേഖയാണിത്. രാമൻകുട്ടി
മേലാൽ ഈ പ്രദേശത്ത് കണ്ടുവരുത് കേട്ടാ. രാമൻകുട്ടി, നീ ഇതെങ്ങനെ സാധിച്ചു? അതെല്ലാം പിന്നെ പറയാം. ആ പെട്ടിയിൽ ആരുടെ ശവമായിരുന്നു? അത് ശവപ്പെട്ടിയല്ല കൊച്ചപ്പ, പണപ്പെട്ടിയാണ്. പണപ്പെട്ടിയോ? അതെ, തമ്പിക്ക് പണം കൊടുക്കേണ്ടത് ശവപ്പെട്ടിയിലാണ്. കാരണം അയാളെപ്പോലുള്ളവരുടെ പണപ്പെട്ടി തുറന്നാൽ ശവപ്പെട്ടിയേക്കാൾ ദുർഗന്ധമാണ്. രാമൻകുട്ടി, നീ ഇത്ര വലിയ ഹൃദയമുള്ളവനാണെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഞങ്ങളോട് ക്ഷമിക്കണം. എന്തിനാ ചിലപ്പോ ക്ഷമ ചോദിക്കുന്നത്? നമുക്കെല്ലാവർക്കും ഈ മണ്ണിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചതിൽ സന്തോഷിക്കില്ലേ വേണ്ടത്? ആർക്കും വേണ്ടാത്ത ആ ചതുപ്പ് നിലത്തിനാണ് ഞാൻ 2 ലക്ഷം രൂപ വാങ്ങിച്ചത്. അങ്ങനെയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് അവന്മാരൊന്ന് പഠിക്കട്ടെ. ഏതായാലും ആ പെണ്ണിനെ കൂടെ കൊണ്ടുപോരാ. വേണ്ടി വന്നാൽ ആ പെണ്ണിനെയും കൊണ്ടുവരും. ഏതായാലും നമുക്കിതൊന്ന് ആഘോഷിക്കണം. അയ്യോ, ഇതിനകത്തുണ്ടായിരുന്ന രൂപ കാണുന്നില്ലടാ. അയ്യോ, ചതിച്ചോ? അവനൊരു എഴുത്ത്. എഴുത്തോ? വായിക്കേ. പകൽമാന്യനായ തമ്പിക്ക് തന്റെ അലമാരയിലുണ്ടായിരുന്ന 2 ലക്ഷം രൂപ തന്നെയാണ് ഞാൻ എടുത്തു തന്ന് സ്ഥലം എഴുതിച്ചത്. ഒരാൾ ചെയ്യുന്ന തെറ്റുകൊണ്ട് 1000 പാവങ്ങൾക്ക് നന്മയുണ്ടാകുമെങ്കിൽ അതൊരു തെറ്റല്ല. പാവങ്ങളെ ദ്രോഹിക്കുന്ന പണി ഇനിയെങ്കിലും നിർത്തുക എന്ന് രാമൻകുട്ടി. എടാ രാമൻകുട്ടി, നീ സ്വല്പം കട്ടിയാണല്ലോടാ. അവൻ നമ്മളെ കബളിപ്പിച്ചു. അവനെ വെറുതെ വിട്ടുകൂടാങ്ങുന്നേ, പോലീസ് ഏൽപ്പിക്കണം. പോലീസിനെ ഏൽപ്പിക്കണ്ട. ഇത് ബ്ലാക്ക് മണിയാണ്. പണം എവിടുന്ന് കിട്ടിയെന്ന് പറയേണ്ടി വരും. ആ കടുവായ കിടുവ പിടിച്ചല്ലോ. എടാ രാമൻകുട്ടി, എന്റെ കൈ കൊണ്ടായിരിക്കും നിന്റെ മരണം.